കെ ഉമർ മൗലവിയുടെ റഹിമഹുല്ല തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 638. സൂറത്തുൽ ഇസ്രാ ആയത്തുകൾ 71 മുതൽ 88 വരെ. പേജ് നമ്പർ 1005. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യൗമ നദ്ഉ കുല്ല ഉനാസിൻ ബിഇമാമിഹിം فمن أوتي كتابه بيمينه فأولئك يقرؤون كتابهم ولا يظلمون فتيلا ومن كان في هذه أعمى فهو في الآخرة أعمى وأضل سبيلا وإن كادوا ليفتنونك عن الذي أوحينا إليك لنفتري علينا غيره وإذا لاتخذوك خليلا ولولا أن ثبتناك لقد كدت تركن إليهم شيئا قليلا إذا لأذقناك ضعف الحياة وضعف الممات ثم لا تجد لك علينا نصيرا وإن كادوا ليستفزونك من الأرض ليخرجوك منها وإذا لا يلبثون خلافك إلا قليلا سنة من قد أرسلنا قبلك من رسلنا ولا تجد لسنتنا تحويلا أقم الصلاة لدلوك الشمس إلى غسق الليل وقرآن الفجر إن قرآن الفجر كان مشهودا ومن الليل فتهجد به نافلة لك عسى أن يبعثك ربك مقاما محمودا وقل رب أدخلني مدخل صدق وأخرجني مخرج صدق واجعل لي من لدنك سلطانا نصيرا وقل جاء الحق وزهق الباطل إن الباطل كان زهوقا وننزل من القرآن ما هو شفاء ورحمة للمؤمنين ولا يزيد الظالمين إلا خسارا وإذا أنعمنا على الإنسان أعرض ونأى بجانبه وإذا مسه الشر كان يئوسا قل كل يعمل على شاكلته فربكم أعلم بمن هو أهدى سبيلا ويسألونك عن الروح قل الروح من أمر ربي وما أوتيتم من العلم إلا قليلا ولئن شئنا لنذهبن بالذي أوحينا إليك ثم لا تجد لك به علينا وكيلا إلا رحمة من ربك إن فضله كان عليك كبيرا
قل لئن اجتمعت الإنس والجن على أن يأتوا بمثل هذا القرآن لا يأتون بمثله ولو كان بعضهم لبعض ظهيرا. ഉമർ മൗലവിയുടെ റഹിമഹുല്ല തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 639, പേജ് നമ്പർ 1005, സൂറത്തുൽ ഇസ്റാ ആയത്ത് 71. യൗമ നദ്ഉ കുല്ല ഉനാസിൻ ബിഇമാമിഹിം, എല്ലാ മനുഷ്യരെയും അവരുടെ നേതാവോടുകൂടി നാം വിളിക്കുന്ന ദിവസം. ഫമൻ ഊതിയ കിതാബഹു ബിയമീനിഹി, തൻ്റെ വലത്തെ കയ്യിൽ ആർക്കെങ്കിലും കിതാബ് നൽകപ്പെട്ടാൽ ഫഉലൈക യഖറഊന കിതാബഹും, അവർ തങ്ങളുടെ കിതാബ് വായിക്കുന്നതാകുന്നു. വലാ യുദ്ലമൂന ഫതീല, അവരോട് അശേഷവും അനീതി ചെയ്യപ്പെടുകയില്ല. ആരുടെ കൽപ്പനയും നിർദ്ദേശവും അനുസരിച്ചാണോ ജനം ജീവിക്കുന്നത് അയാൾ അവരുടെ ഇമാമാണ്. അങ്ങനെ ഓരോ കൂട്ടരെയും അവരുടെ ഇമാമിൻ്റെ കൂടെ മഹ്ശറിൽ ഹാജരാക്കും. അത്തരം പുണ്യപാപങ്ങൾ എഴുതപ്പെട്ട കിതാബ് ഓരോരുത്തർക്കും കൊടുക്കും. വലത്തെ കയ്യിൽ കിതാബ് കൊടുക്കപ്പെട്ടവരുടെ സന്തോഷം അതിരറ്റതും അവർണ്ണനീയവുമായിരിക്കും. ഈത്തപ്പഴക്കുരുവിൻ്റെ കീറലിൽ ഉള്ള നാരിനാണ് ഫതീൽ എന്ന് പറയുന്നത്. ഏറ്റവും ലഘുവായ നിലയിൽ പോലും അനീതി ആരോടും ചെയ്യുകയില്ല എന്നർത്ഥം. ഇമാം എന്നതിനിവിടെ പുണ്യപാപങ്ങൾ എഴുതപ്പെട്ട കിതാബ് എന്നും ചിലർ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. ആയത്ത് 72. വമൻ കാന ഫീ ഹാദിഹി അഅമ, ഈ ദുനിയാവിൽ ആരെങ്കിലും അന്ധനായി പോയാൽ, അതായത് അല്ലാഹു മനുഷ്യർക്ക് നൽകിയ അതിമഹത്തായ അനുഗ്രഹമായിട്ടുള്ള പരിശുദ്ധ ഖുർആനാകുന്ന വെളിച്ചത്തിൽ മനസ്സ് തുറന്നു വെക്കാതെ കൽപ്പിച്ചു കൂട്ടി അവഗണിച്ചാൽ ഫഹുവ ഫിൽ ആഖിറതി അഅമാ വഅദല്ലു സബീലാ, അവൻ പരലോകത്തിലും അന്ധൻ തന്നെ, അവൻ ഏറ്റവും വഴിപിഴച്ചവനുമാകുന്നു. പേജ് നമ്പർ 1006, ആയത്ത് 73. തീർച്ചയായും നിനക്ക് നാം ബോധനം നൽകിയതിൽ നിന്ന് നിന്നെ തെറ്റിച്ചു കളയാൻ അവർ ശ്രമിക്കുന്നു. നാം ബോധനം നൽകിയതല്ലാത്ത വിഷയം നമ്മുടെ മേൽ നീ ചുമത്തി പറയുന്നതിന് വേണ്ടി. മുൻകാലത്ത് പ്രവാചകന്മാർക്ക് നൽകപ്പെട്ട വിഷയങ്ങളിൽ നിഷേധികളായ ജനത ഭേദഗതികൾ വരുത്തുകയും വ്യാജം കലർത്തുകയും ചെയ്തു. ഖുർആനിൻ്റെ കാര്യത്തിലാകട്ടെ തങ്ങൾ ആഗ്രഹിക്കുന്ന വിധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹ്യിൽ ഭേദഗതി വരുത്തി പറയണമെന്നാണ് അവർ ആഗ്രഹിച്ചത്. വഇദൻ ലത്തഖദൂക ഖലീല, അപ്പോൾ അവർ നിന്നെ ഒരു ചങ്ങാതിയായി സ്വീകരിക്കുക തന്നെ ചെയ്യും. അള്ളാഹു വഹി നൽകാത്ത വിഷയം അള്ളാഹുവിൻ്റെ പേരിൽ ചുമത്തി പറഞ്ഞാൽ അവർക്ക് വലിയ സന്തോഷമാകും. വേണ്ടപ്പെട്ടവനായി താങ്കളെ അവർ സ്വീകരിക്കും. ആയത്ത് 74. വലൗലാ അൻ തബ്ബത്നാക, നിന്നെ നാം ഉറപ്പിച്ചു നിർത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ ലഖദ് കിത്ത തർക്കനു ഇലൈഹിം ഷൈഅൻ ഖലീല, നീ അവരിലേക്ക് കുറച്ചൊന്ന് ചാഞ്ഞു പോകുമായിരുന്നു. അവരുടെ പ്രകോപനങ്ങൾക്കും വഴങ്ങിപ്പോകാതെ സത്യത്തിൽ ഉറച്ചു നിൽക്കുവാൻ താങ്കൾക്ക് സാധിച്ചത് അള്ളാഹുവിൻ്റെ പ്രത്യേക കാവൽ നിമിത്തമാണ് എന്ന് ഓർക്കുക. ആയത്ത് 75. എങ്കിൽ നിനക്ക് ജീവിതത്തിലെ ഇരട്ടി ശിക്ഷയും മരണത്തിലെ ഇരട്ടി ശിക്ഷയും നാം ആസ്വദിപ്പിക്കുമായിരുന്നു. പിന്നെ നമുക്കെതിരായി നിനക്ക് യാതൊരു സഹായം കിട്ടുകയില്ല. പ്രബോധന വിഷയങ്ങളിൽ ഇത്ര കണിശതയും ഗൗരവവും വേണ്ടതുണ്ടോ എന്ന് ചിലർ ചോദിക്കാറുണ്ട്. അതുപോലെ കർമാനുഷ്ഠാനങ്ങളിൽ ഇത്ര കൃത്യനിഷ്ഠ വേണമോ എന്നും ചിലരുടെ സംശയമാണ്. അല്പമൊക്കെ ഇളവ് വേണമെന്നാണ് അവരുടെ ആവശ്യം. അത്തരക്കാർ 73, 74, 75 ആയത്തുകൾ മനസ്സിരുത്തി പഠിക്കട്ടെ. അതായത് ഇപ്പോൾ ഓതിയ 71, 72, 73 ആയത്തുകൾ. യൗമ നദ്ഉ കുല്ല ഉനാസിൻ ബിഇമാമിഹിം എന്ന് തുടങ്ങുന്ന ആയത്ത് 71. വമൻ കാന ഫീ ഹാദിഹി അഅമ എന്നത് 72.
വഇൻ കാദൂ ലയഫ്തിനൂനക അനില്ലദീ ഔഹൈനാ ഇലൈക എന്നത് 73. പിന്നെ 74 വലൗല അൻ സബ്ബത്നാക എന്ന് തുടങ്ങുന്ന 74. ആയത്ത് 76 വഇൻ കാദൂ ലയസ്തഫിസ്സൂനക മിനൽ അർദി, നാട്ടിൽ നിന്ന് അവർ നിന്നെ വിരട്ടി വിടുമാറായിരിക്കുന്നു. പേജ് നമ്പർ 1007. ലിയുഖ്രിജൂക മിൻഹാ, അതിൽ നിന്ന് നിന്നെ അവർ പുറത്താക്കുവാൻ വേണ്ടി. വഇദൻ ലാ യൽബസൂന ഖിലാഫക ഇല്ലാ ഖലീല, അപ്പോൾ നീ പുറത്തു പോയാൽ നിന്റെ പിറകെ അവർ കുറച്ചു കാലം മാത്രമേ ഇവിടെ താമസിക്കുകയുള്ളൂ. അപ്പോൾ അതായത് നീ പുറത്തു പോയാൽ എന്നത് ബ്രാക്കറ്റിലാണ്. ആയത്ത് 77 സുന്നത മൻ ഖദ് അർസൽനാ ഖബ്ലക മിൻ റുസുലിനാ, നമ്മുടെ ദൂതന്മാരിൽ നിന്ന് നിനക്ക് മുമ്പ് നാം അയച്ചിട്ടുള്ളവരുടെ നടപടിക്രമമാണിത്. മുൻ പ്രവാചകന്മാരുടെ കാര്യത്തിൽ അല്ലാഹു നടപ്പിലാക്കിയിട്ടുള്ള ഒരു നടപടിക്രമമാണിത്. ജനങ്ങൾ അവരെ ബുദ്ധിമുട്ടിക്കുകയും നാട് വിട്ടു പോകുവാൻ നിർബന്ധിക്കുകയും അങ്ങനെ അവർ നാട് വിടുകയും ചെയ്താൽ പിന്നെ ആ ജനങ്ങളെ വേഗത്തിൽ ശിക്ഷിക്കുമെന്നത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. വലാ തജിദു ലിസുന്നതിനാ തഹ്വീല, നമ്മുടെ നടപടിക്രമത്തിന് യാതൊരു മാറ്റവും നീ കാണുകയില്ല. മക്കയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്ഥലം വിട്ടു പോകുവാൻ നിർബന്ധിച്ച ജുദുർജനം ഹിജ്റ 2-ാം കൊല്ലത്തിൽ ബദറിൽ 70 പേർ കൊല്ലപ്പെടുകയും 70 പേർ ബന്ധനസ്ഥരാക്കപ്പെടുകയും ചെയ്തു. ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 640, സൂറത്തുൽ ഇസ്രാ ആയത്ത് 78, പേജ് നമ്പർ 1007. സൂര്യൻ മധ്യാഹ്നത്തിൽ നിന്ന് തെറ്റിയത് മുതൽ രാത്രി ഇരുളടഞ്ഞതാകുന്നതുവരെ നമസ്കാരം മുറപ്രകാരം അനുഷ്ഠിക്കുക. പകലിലും രാത്രിയിലുമായുള്ള നമസ്കാര സമയങ്ങളും രൂപഭാവങ്ങളും വ്യക്തവും വിശദവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത് സ്വഹീഹായ ഹദീസുകളിൽ തെളിഞ്ഞു കിടക്കുന്നുണ്ട്. ഖുർആൻ വചനങ്ങൾക്ക് യുക്തമായ വിശദീകരണം നൽകാൻ അർഹതയുള്ള ഗുരുനാഥൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്നത് ഷഹാദത്ത് കലിമയുടെ താല്പര്യമാണ്. വഖുർആനൽ ഫജ്രി, പ്രഭാതത്തിലെ ഖുർആൻ പാരായണവും അതായത് ചെയ്തുകൊണ്ടുള്ള നമസ്കാരവും മുറപ്രകാരം അനുഷ്ഠിക്കുക. പ്രഭാതത്തിലെ ഖുർആൻ പാരായണവും ചെയ്തുകൊണ്ടുള്ള നമസ്കാരവും മുറപ്രകാരം അനുഷ്ഠിക്കുക. ഇന്ന ഖുർആനൽ ഫജ്രി കാന മഷ്ഹൂദ, നിശ്ചയമായും പ്രഭാതത്തിലെ ഖുർആൻ പാരായണം സാക്ഷ്യം വഹിക്കപ്പെടുന്നത് തന്നെ. സുബ്ഹ് നമസ്കാരത്തെപ്പറ്റി പ്രഭാതത്തിലെ ഓതൽ എന്ന് പറഞ്ഞത് ആ നമസ്കാരം റക്അത്ത് 2 ഉള്ളുവെങ്കിലും അതിൽ ദീർഘമായ ഖുർആൻ ഓതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പതിവായിരുന്നത് കൊണ്ടാണ് സാക്ഷ്യം വഹിക്കപ്പെടുന്നത് എന്ന് പറയാൻ കാരണം സ്വഹീഹായ ഹദീസിൽ വന്നിട്ടുള്ള ഒരു വിഷയമാണ്. സുബ്ഹ് നമസ്കാരത്തിനും അസ്ർ നമസ്കാരത്തിനും ഓരോ കൂട്ടം മലക്കുകൾ ഇറങ്ങി വന്ന് ജമാഅത്തിൽ പങ്കെടുക്കും. 2 കൂട്ടം മലക്കുകളും സുബ്ഹിക്കും അസ്റിനും ഒരുമിച്ച് കൂടും. ഓരോ കൂട്ടനും അള്ളാഹു അവർക്ക് നിശ്ചയിച്ച സമയം കഴിഞ്ഞ് ആകാശത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ അള്ളാഹു എല്ലാ കാര്യങ്ങളും അറിയുന്നവരാണെങ്കിലും നിങ്ങൾ പോന്നപ്പോൾ എൻ്റെ അടിമകളുടെ സ്ഥിതി എന്ത് എന്ന് ചോദിക്കും. മലക്കുകൾ പറയും, ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ അവർ നമസ്കരിക്കുകയായിരുന്നു, ഞങ്ങൾ തിരിച്ചു പോന്നപ്പോഴും അവർ നമസ്കരിക്കുകയാണ്. ബുഖാരി 555, മുസ്ലിം 632, പേജ് നമ്പർ 1008, ആയത്ത് 79. രാത്രി കുറേ സമയം ഖുർആൻ ഓതിക്കൊണ്ട് നീ നമസ്കരിക്കുക, നിനക്ക് കൂടുതലായിട്ട്. തഹജ്ജുദ് നിസ്കാരത്തെക്കുറിച്ചാണ് ഈ കൽപ്പന. മറ്റുള്ളവർക്ക് ഇത് നിർബന്ധമില്ല, പ്രബലമായ സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിർബന്ധമാണ് അല്പം ഉറങ്ങിയ ശേഷം എഴുന്നേറ്റ് നമസ്കരിക്കണം. അസാ അൻ യബ്അസക റബ്ബുക മഖാമൻ മഹ്മൂദ, സ്തുതിക്കപ്പെടുന്ന ഒരു സ്ഥാനത്ത് നിന്റെ റബ്ബ് നിന്നെ നിയോഗിച്ചേക്കാം. നിർബന്ധ നമസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും പുണ്യപ്പെട്ട നമസ്കാരമാണ് ഇശാക്ക് ശേഷം സുബ്ഹിക്ക് മുമ്പായി നിർവഹിക്കപ്പെടുന്ന ഖിയാമുൽ ലൈൽ. കുറച്ച് ഉറങ്ങിയതിന് ശേഷം എഴുന്നേറ്റ് നമസ്കരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെ ഏറെ നേരം എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ദീർഘമായി നിന്ന് കാലിൽ നീര് വന്നപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹാ അങ്ങെന്തിനാണ് ഇത്ര ബുദ്ധിമുട്ടുന്നത് എന്ന് ചോദിക്കുകയും ഞാനൊരു നന്ദിയുള്ള അടിമയാകേണ്ടതില്ലേ
എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞതും പ്രസിദ്ധമാണ്. മുസ്ലിം 7304. സ്തുതിക്കപ്പെടുന്ന സ്ഥാനം എന്നതുകൊണ്ട് ഉദ്ദേശ്യം പരലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിക്കാനിരിക്കുന്ന പ്രത്യേക സ്ഥാനമാണെന്ന് ഭൂരിപക്ഷം വ്യാഖ്യാതാക്കളും അഭിപ്രായപ്പെടുന്നു. മനുഷ്യരെല്ലാം വിചാരണക്കായി കാത്തു നിൽക്കുമ്പോൾ എല്ലാവരും അള്ളാഹുവിനോട് അടുക്കാൻ പോലും ഭയപ്പെട്ട് നിൽക്കുമെന്നും അവസാനം വിചാരണക്കെടുത്ത് തീരുമാനമെടുക്കാൻ അള്ളാഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുമെന്നും ഒടുവിൽ ആ അപേക്ഷ സ്വീകരിക്കപ്പെടുമെന്നും ഹദീസിൽ വന്നിട്ടുണ്ട്. ബുഖാരി 74:40. ആയത്ത് 80. വഖുർ റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ. പറയുക, എൻ്റെ രക്ഷിതാവേ, സത്യത്തിൻ്റെ പ്രവേശന സ്ഥലത്ത് എന്നെ നീ പ്രവേശിപ്പിക്കണമേ. വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖിൻ. സത്യത്തെ പുറപ്പെടുവിക്കുന്ന സ്ഥാനത്ത് എന്നെ നീ പുറപ്പെടുവിക്കുകയും ചെയ്യണമേ. വജ്അൽ ലീ മിൻ ലദുൻക സുൽത്താനൻ നസ്വിറ. നിന്റെ പക്കൽ നിന്ന് എനിക്ക് സഹായകമായ ഒരു അധികാരം നീ ഏർപ്പെടുത്തി തരികയും ചെയ്യണമേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ പോകാൻ കൽപ്പന കിട്ടിയ സന്ദർഭത്തിലാണ് ഈ വചനം അവതരിച്ചതെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പ്രസ്താവിച്ചതായി ഹദീസ് ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. ഏതൊരു കാര്യത്തിലും സത്യത്തിൽ അധിഷ്ഠിതമായി ഏർപ്പെടാനും അതിൽ നിന്ന് വിരമിക്കാനും ഇടയാക്കണമെന്നും അതിന് സഹായകമായ നിലപാടുകൾ സ്വീകരിക്കാൻ അനുഗ്രഹിക്കണമെന്നും പ്രാർത്ഥിക്കുകയാണ്. വളരെ അർത്ഥവത്തായ ഈ പ്രാർത്ഥന നാം പതിവാക്കേണ്ടതാണ്. ആയത്ത് 81. വഖുൽ ജാഅൽ ഹഖ് വസഹഖൽ ബാത്തിൽ. പറയുക, സത്യം വന്നെത്തി, അസത്യം പൊളിഞ്ഞു പോയിരിക്കുന്നു. ഇന്നൽ ബാത്തില കാന സഹൂഖ. നിശ്ചയമായും സത്യം പൊളിഞ്ഞു പോകുക തന്നെ ചെയ്യും. എല്ലാ കാലത്തും നിലനിൽക്കുന്നത് ശാശ്വത സത്യങ്ങൾ മാത്രമാണ്. എന്നാൽ അസത്യങ്ങൾ കാലാകാലങ്ങളിൽ രംഗത്ത് വരും. പക്ഷേ കുറച്ചു കാലം മാത്രമാണ് അവ നിലനിൽക്കുക. വളരെ ആകർഷകവും മനോഹരവുമായിട്ടാവും അവ പലപ്പോഴും പ്രത്യക്ഷപ്പെടുക. അധികം താമസിയാതെ ആകർഷണീയത നഷ്ടപ്പെടും. സത്യത്തിന് വിരുദ്ധമായി ഉന്നയിക്കപ്പെടുന്ന പല ന്യായവാദങ്ങളും ഇങ്ങനെ തന്നെയാണ്. അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടാമെന്നും അവരോട് പ്രാർത്ഥിക്കാമെന്നും വാദിക്കാൻ പല ന്യായവാദങ്ങളും എഴുന്നള്ളിക്കാറുണ്ട്. പല രേഖകളും ദുർവ്യാഖ്യാനം ചെയ്യപ്പെടാറുണ്ട്. പക്ഷേ അതൊക്കെ വളരെ പെട്ടെന്ന് അതിൻ്റെ വക്താക്കൾ ഒഴിവാക്കുന്നതായി കാണാം. അസത്യം അങ്ങനെ തന്നെയാണ്. സത്യം വന്നെത്തുമ്പോൾ അസത്യം പൊളിഞ്ഞു പോകുക തന്നെ ചെയ്യും, സംശയമില്ല. മക്കാ വിജയവേളയിൽ വിഗ്രഹങ്ങളിൽ നിന്നും കഅബയെ ശുദ്ധീകരിക്കുന്ന ഘട്ടത്തിൽ ഈ വചനമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉരുവിട്ടുകൊണ്ടിരുന്നത്. ബുഖാരി 47:20. ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 641. സൂറത്തുൽ ഇസ്റാ ആയത്ത് 82, പേജ് നമ്പർ 1009. وَنُنَزِّلُ مِنَ الْقُرْآنِ مَا هُوَ شِفَاءٌ وَرَحْمَةٌ لِّلْمُؤْمِنِينَ. സത്യമായും വിശ്വാസികൾക്ക് ശമനവും കാരുണ്യവുമായിട്ടുള്ളത് ഖുർആനിലൂടെ നാം ഇറക്കിക്കൊണ്ടിരിക്കുന്നു. وَلَا يَزِيدُ الظَّالِمِينَ إِلَّا خَسَارًا. അക്രമികൾക്ക് നഷ്ടമല്ലാതെ അത് വർദ്ധിപ്പിക്കുകയില്ല. മനുഷ്യനെ ബാധിക്കുന്ന ദുർചിന്തകളും ദുർമോഹങ്ങളും അത് നേടുവാനുള്ള അധർമ്മ പ്രവർത്തികളും വലിയ മനോരോഗഫലമാണ്. ഖുർആനിൻ്റെ ധാർമ്മിക ഉത്ബോധനവും വിശ്വാസാധിഷ്ഠിതമായ ജീവിത പരിശീലനവും നിമിത്തം സത്യവിശ്വാസികളിൽ നിന്നും ഈ രോഗം ഒഴിഞ്ഞു പോകുന്നതാകുന്നു. ആശയാധിഷ്ഠിതവും തത്വാധിഷ്ഠിതവുമാണ് ഈ വചനം. ഭയം, അസൂയ, പക, വിദ്വേഷം, വെറുപ്പ്, നിരാശ, അഹങ്കാരം തുടങ്ങിയ മനസ്സിൻ്റെ രോഗങ്ങൾക്ക് ഖുർആൻ ശമനമത്രേ. ഖുർആൻ പാരായണം ചെയ്യുകയും അതനുസരിച്ച് ജീവിതം നന്നാക്കുകയും ചെയ്യുന്നവൻ വിജയിക്കും. എന്നാൽ മന്ത്രവാദികളായ സമുദായത്തിലെ പുരോഹിതന്മാർ ഈ വചനം തെളിവാക്കി ഏലസ്, ഉറുക്ക് തുടങ്ങിയവ ഉണ്ടാക്കിയും പിഞ്ഞാണമെഴുതിയും ജനത്തെ ചൂഷണം ചെയ്യുന്നു. ഖുർആൻ ഉൾക്കൊള്ളുന്ന ശമനവും കാരുണ്യവും വിശ്വാസികൾക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. അക്രമികളായ നിഷേധികൾക്ക് അതൊരിക്കലും ഫലപ്പെടുകയില്ല. അതായത് ഇതിലുള്ളതല്ല. ഖുർആൻ ഭൗതികമായിട്ട് ശാരീരികമായിട്ടുള്ള രോഗങ്ങൾക്കും ശമനമാണ് എന്ന് നമുക്ക് സ്വഹീഹായിട്ടുള്ള ഹദീസിൽ വന്നിട്ടുണ്ട്. അതും കൂടെ ഇതോടൊപ്പം ചേർത്ത് വായിക്കണം. സ്വഹീഹുൽ ബുഖാരിയിൽ റുഖയ ആയിട്ട് ഫാത്തിഹ സൂറത്ത് സഹാബി
മുസ്ലിം അല്ലാത്ത വ്യക്തിക്ക് ചെയ്തതും അയാളുടെ രോഗം സുഖപ്പെട്ടതും അയാൾ പാരിതോഷികമായിട്ട് ആടുകളെ നൽകിയതും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചതൊക്കെ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അടുത്തത് സൂറത്തുൽ ഇസ്രാ 83. وَإِذَا أَنْعَمْنَا عَلَى الْإِنْسَانِ أَعْرَضَ وَنَأَى بِجَانِبِهِ. മനുഷ്യന് നാം അനുഗ്രഹം നൽകുമ്പോൾ അവൻ തിരിഞ്ഞു കളയുകയും അവൻ്റെ പാട്ടിന് പോകുക ചെയ്യും. وَإِذَا مَسَّهُ الشَّرُّ كَانَ يَئُوسًا. അവനെ ദോഷം ബാധിക്കുമ്പോഴാകട്ടെ അവൻ നിരാശനായിത്തീരുന്നു. സുഖവും ദുഃഖവും യഥാർത്ഥത്തിൽ ഇത് രണ്ടും പരീക്ഷണമാണ്. അതുകൊണ്ട് സന്തോഷത്തിൽ മതിമറന്നു പോകാതെയും സന്താപാവസരങ്ങളിൽ നിരാശപ്പെടാതെയും ഇരിക്കുകയാണ് വേണ്ടത്. രണ്ടും അല്ലാഹുവിങ്കിൽ നിന്നുള്ള പരീക്ഷണമാണെന്ന് മനസ്സിലാക്കണം. ഈ ദുനിയാവിൽ സുഖവും സൗകര്യവും അള്ളാഹു വെറുക്കുന്നവർക്കാണ് അധികം കൊടുക്കുന്നത്. അള്ളാഹു സ്നേഹിച്ചു കൊടുക്കുന്നതാണെന്ന് അവരുടെ ധാരണ. യഥാർത്ഥത്തിൽ ഈ ദുനിയാവിനെ ജീവിത ലക്ഷ്യമായി അവർ കണക്കാക്കിയപ്പോൾ അള്ളാഹു കുറച്ചങ്ങോട്ട് കൊടുത്തുവെന്ന് മാത്രം. അള്ളാഹു ഈ ദുനിയാവിന് യാതൊരു വിലയും കൽപ്പിച്ചിട്ടില്ലെന്ന് ഇത് തെളിയിക്കുന്നു. ഈ ദുനിയാവ് മുഴുവനും ഒരു കൊതുകിൻ്റെ ചിറകിനോളം അള്ളാഹുവിൻ്റെ അടുക്കൽ വിലപ്പെട്ടതായിരുന്നുവെങ്കിൽ ധിക്കാരിയായ നിഷേധിക്ക് ഒരിറ്റു വെള്ളം കൊടുക്കുകയില്ലായിരുന്നു എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. പേജ് 1010, 1084. പറയുക, എല്ലാവരും അവരവരുടെ സമ്പ്രദായമനുസരിച്ച് പ്രവർത്തിക്കുന്നു. എന്നാൽ നിങ്ങളുടെ റബ്ബ് ഏറ്റവും ചൊവ്വായ മാർഗം സ്വീകരിച്ചവരാരോ അവരെക്കുറിച്ച് ഏറ്റവും അറിയുന്നവനാണ്. 1085. ആത്മാവിനെ സംബന്ധിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു. പറയുക, ആത്മാവ് എൻ്റെ റബ്ബിൻ്റെ കാര്യത്തിൽപ്പെട്ടതാകുന്നു. അറിവിൽ നിന്ന് കുറഞ്ഞതല്ലാതെ നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടില്ല. അത്യന്തം സാരസമ്പൂർണമായ ഒരു വചനമാണിത്. യഥാർത്ഥ വിശ്വാസി ഈ വചനത്തിൻ്റെ 4 അതിരുകൾക്കുള്ളിൽ അടങ്ങി ഒതുങ്ങി നിൽക്കണം. ആത്മാവിനെക്കുറിച്ച് ചോദിക്കുന്നവരോട് അതെൻ്റെ രക്ഷിതാവിൻ്റെ കാര്യത്തിൽ പെട്ടതാകുന്നു എന്ന് മറുപടി പറയാനാണ് കൽപ്പന. ആത്മാവിനെക്കുറിച്ച് കൂടുതലായി ചർച്ച ചെയ്യരുതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചതായി ഹദീസിലും വന്നിട്ടുണ്ട്. അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും ഈ കൽപ്പനയെ അവഗണിച്ചുകൊണ്ട് ആത്മാവിനെക്കുറിച്ച് ദീർഘങ്ങളായ ചർച്ചകളിലും അഭിപ്രായ രൂപീകരണങ്ങളിലും ഒരു വിഭാഗം പണ്ഡിതന്മാർ ജീവിതം തന്നെ ചെലവഴിച്ചു. സൂഫികൾ എന്നറിയപ്പെടുന്ന വിഭാഗമാണ് ഇതിൻ്റെ വക്താക്കൾ. ആത്മീയ പരിപോഷണത്തിനായ ഖുർആനും ഹദീസും വിട്ടുകൊണ്ട് അവർ പ്രത്യേക ദിക്റുകളും പ്രാർത്ഥനാ രൂപങ്ങളും ആരാധനാ ചടങ്ങുകളും നിർമ്മിച്ചു. അങ്ങനെ ഒട്ടേറെ ത്വരീഖത്തുകൾ സൃഷ്ടിക്കപ്പെട്ടു. വഹദത്തുൽ വുജൂദി എന്നറിയപ്പെടുന്ന ഹിന്ദുത്വത്തിലെ അദ്വൈത സിദ്ധാന്തമാണ് ഇതിനാധാരമാക്കപ്പെട്ടത്. ദൈവത്തിൻ്റെ സത്ത മുഴുവൻ സൃഷ്ടിജാലങ്ങളിലും ലയിച്ചു കിടക്കുന്നുണ്ടെന്ന മിഥ്യാസങ്കല്പം സർവ്വ വസ്തുക്കളിലും ദിവ്യത്വം കൽപ്പിക്കുവാൻ ഇത്തരക്കാരെ പ്രേരിപ്പിച്ചു. മനുഷ്യനിൽ ദൈവിക സത്ത കുടിയിരിക്കുന്നുണ്ടെന്ന വിശ്വാസത്തിൽ ആത്മാവിനെ പരിപോഷിപ്പിക്കാനെന്ന പേരിൽ വിവിധ തരം തപസ്, ധ്യാനമുറകൾ, പ്രാർത്ഥനകൾ എന്നിവയിലൂടെ അനൽ ഹക്ക് അഥവാ ഞാനാണ് സത്യം എന്ന സ്വയം ദിവ്യത്വം ചമയുന്ന അതിഭയങ്കരമായ നിഷേധത്തിൻ്റെ ചളിക്കുണ്ടിലേക്ക് ത്വരീഖത്തുകാർ കാലിടറി വീണു. അറിവിൽ നിന്ന് അല്പമല്ലാതെ നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടില്ല എന്ന് അള്ളാഹു പറഞ്ഞത് ആത്മാവിനെ സംബന്ധിച്ച് പരാമർശിക്കുന്നിടത്താണല്ലോ. എന്താണ് ആത്മാവ് എന്ന് നിർവചിക്കാൻ നാളിതുവരെ ആത്മീയ ഭൗതിക ഗവേഷകന്മാർക്ക് കഴിഞ്ഞിട്ടില്ല. ആത്മാവ്, മനസ്സ്, ഹൃദയം, മസ്തിഷ്കം, പ്രാണൻ എന്നീ പ്രയോഗങ്ങളെല്ലാം ഒന്ന് മറ്റേതിൽ നിന്ന് വേർപെടുത്താൻ കഴിയാത്തവണ്ണം ബന്ധപ്പെട്ടവയാണ്. ഹൃദയവും തലച്ചോറും മാംസപിണ്ഡങ്ങളായോ പേശികളായോ എടുത്തു കാണിക്കാൻ കഴിയും. എന്നാൽ മനുഷ്യബുദ്ധിയെ ഇതെങ്ങനെ സ്വാധീനിക്കുന്നു? നിഗമനങ്ങളേറെയാണ്. ഖണ്ഡിതമായി ഒന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല. പലയിടത്തും ചിന്തയുടെ കേന്ദ്രമായ ഹൃദയത്തെ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. അവർക്ക് ഹൃദയങ്ങളുണ്ട്, അവർ ഗ്രഹിക്കുന്നില്ല. അൽ അറാഫ് 179. ആത്മാവിനെ ശുദ്ധമാക്കി അഭിവൃദ്ധിപ്പെടുത്തിയവൻ വിജയിച്ചു, അതിനെ മലിനപ്പെടുത്തി അധപ്പതിച്ചവൻ പരാജയപ്പെട്ടു. ഷംസ് 9:10 എന്നുമുണ്ട്. ഇപ്പോൾ അത് ഹൃദയമാണോ, ഹൃദയം മനസ്സ് ആണോ, മസ്തിഷ്കം ഇതിൽ വഹിക്കുന്ന പങ്ക് എന്ത് ഒന്നും നമുക്കറിയില്ല. ഒന്ന് ശരിയാണ്, ബോധപൂർവം ചിന്തിച്ച് സത്യം ഗ്രഹിച്ച് അത് ഉൾക്കൊണ്ട് ജീവിക്കുന്നവൻ ആത്മാവിനെ
ശുദ്ധമാക്കി. അവൻ വിജയിച്ചു. സൂഫികൾക്കും ത്വരീഖത്തുകാർക്കും ഉപബോധ മനസ്സിനോടാണ് താല്പര്യം. ആത്മാവ് ഉപബോധ മനസ്സാണ് എന്നത്രേ നിഗമനം. ഉപബോധ മനസ്സിനെ ധ്യാന മന്ത്രങ്ങളിലൂടെ ഉത്തേജിപ്പിച്ച് സ്വയം ദിവ്യത്വം ആർജിക്കുവാൻ കഴിയുമെന്ന് അവർ ആശിക്കുന്നു. അള്ളാഹു ഒരു മനുഷ്യനിൽ 2 ഹൃദയങ്ങൾ സൃഷ്ടിച്ചിട്ടില്ല. അഹ്സാബ് 4 എന്ന ഖുർആനിൻ്റെ ഖണ്ഡിതമായ പ്രഖ്യാപനം ഇവരുടെ ആത്മീയ സിദ്ധാന്തങ്ങളെ തകർത്ത് കളയുന്നു. ചുരുക്കത്തിൽ ആത്മാവിനെ കുറിച്ചുള്ള അനാവശ്യ ചർച്ചകളും നിഗമനങ്ങളും എല്ലാ ത്വരീഖത്തുകളെയും അടിസ്ഥാനപരമായി തന്നെ പിഴപ്പിച്ചു. അള്ളാഹുവും റസൂലും നൽകിയ കാര്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ മുറുകെ പിടിക്കുകയാണ് വേണ്ടത്. പേജ് നമ്പർ 1011, ആയത്തി 86. നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ നിനക്ക് നാം വഹയി തന്നിട്ടുള്ളതിനെ നാം എടുത്തു കളയുക തന്നെ ചെയ്യുമായിരുന്നു. പിന്നെ നമുക്കെതിരായി അത് സംബന്ധിച്ച് നിനക്ക് ഭരമേൽപ്പിക്കാവുന്ന യാതൊരുവിനെയും നീ കണ്ടെത്തുകയില്ല. അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് അത് മടക്കി വാങ്ങി നിനക്ക് തരുവാൻ ആരുമുണ്ടാകില്ല. ആയത്തി 87. ഇല്ലാ റഹ്മതൻ മിർ റബ്ബിക്, പക്ഷേ റബ്ബിൻ്റെ പക്കൽ നിന്നുള്ള കാരുണ്യത്താൽ നിനക്കത് ലഭിച്ചു. ഇന്ന ഫദ്ലഹു കാന അലൈക കബീറ, നിശ്ചയമായും റബ്ബിൻ്റെ അനുഗ്രഹം നിനക്ക് മഹത്തരമായിരിക്കുന്നു. ആയത്തി 88. ഖുൽ ഇൻ ഇജ്തമഅത്തിൽ ഇൻസു വൽ ജിന്നു അലാ അൻ യഅതു ബിമിസ്ലി ഹാദൽ ഖുർആൻ, പറയുക, ഈ ഖുർആൻ പോലെയൊന്ന് കൊണ്ടുവരുവാൻ മനുഷ്യരും ജിന്നുകളും ഒരുമിച്ച് കൂടിയാൽ ലാ യഅതൂന ബിമിസ്ലി, അതുപോലെയൊന്ന് അവർ കൊണ്ടുവരികയില്ല. വലൗ കാന ബഅ്ദുഹും ലിബഅ്ദിൻ ളഹീറ, അവരിൽ ചിലർക്ക് സഹായികളായാലും ശരി. ഖുർആനിൻ്റെ അമാനുഷികതയും ദൈവികതയും പ്രകടമാക്കുന്ന ഒരു വചനമാണിത്. പ്രസിദ്ധരായ കവി പുങ്കവന്മാർ ജീവിച്ചിരുന്ന സമൂഹത്തിലാണ് അക്ഷരജ്ഞാനം നേടിയിട്ടില്ലാത്ത മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഖുർആൻ ഓതിക്കൊടുത്തത്. ഇത് മുഹമ്മദിൻ്റെ സ്വയം കൃതിയാണെന്ന് ശത്രുക്കൾ ആരോപിച്ചു കൊണ്ടിരുന്നു. അതിനുള്ള മറുപടിയാണ് ഈ വെല്ലുവിളി. ഒരു ചെറിയ അധ്യായമെങ്കിലും ഖുർആനിൻ്റെ ആശയ സമ്പുഷ്ടതയ്ക്കും സാഹിത്യ ഭംഗിക്കും അവതരണ ശൈലിക്കും അനുരൂപമായി കൊണ്ടുവരാനുള്ള വെല്ലുവിളി ഒറ്റൊരിടത്തും കാണാം. ചിലർ അക്കാലത്ത് കൂട്ടായ ശ്രമങ്ങൾ നടത്തുകയും അപഹാസ്യരാവുകയും ചെയ്തു. വെല്ലുവിളി കാലങ്ങളെ അതിജീവിച്ചുകൊണ്ട് തുടരുകയാണ്. അറബി സാഹിത്യകാരന്മാരും കവികളും ഗ്രന്ഥകാരന്മാരും ജൂത ക്രിസ്ത്യാനികളിൽ ഏറെയുണ്ടായി. പക്ഷേ ഇന്ന് വരെ ആർക്കും അതിന് കഴിഞ്ഞിട്ടില്ല, ഇനിയൊട്ട് കഴിയുകയുമില്ല. മാത്രമല്ല, മുൻവിധിയില്ലാതെ ഖുർആനിനെ സമീപിച്ചവർ അതിൻ്റെ അനുയായികളായി മാറിയതാണ് ചരിത്രത്തിൽ ഇന്നോളമുള്ള അനുഭവം.